So next we have to discuss about memory system, that is static and dynamic system. A system is said to be having memory, or a system is said to possess memory if and only if the output depends on past or future value of input. Such system is called dynamic system. അതായത് ഒരു സിസ്റ്റത്തിന് മെമ്മറി ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പോരാ. പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ അതൊരു മെമ്മറി ഉള്ള സിസ്റ്റം ആവത്തില്ല. പാസ്റ്റ് വാല്യൂ ഓഫ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അതായത് ഞാനിപ്പോൾ ഒരു ഔട്ട്പുട്ട് കണ്ടുപിടിക്കുമ്പോൾ ആ ഔട്ട്പുട്ട് പാസ്റ്റ് വാല്യൂ ഓഫ് ഇൻപുട്ടിനെയോ അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇൻപുട്ടിനെയോ ഡിപ്പെൻഡ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ദ സിസ്റ്റം ഹാവ് memory, or the system is called dynamic system. Otherwise, a system is said to be memoryless or static if the output depends only on present value of input. ഞാൻ ഇപ്പോൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിനനുസരിച്ച് എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. then it is memoryless system. പാസ്റ്റ് ഓർ ഫ്യൂച്ചർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താൽ അതിനെന്തെന്ന് പറയും? ഇറ്റ് possess memory or the system is dynamic എന്ന് പറയാം. നമ്മൾ ഡിജിറ്റൽ പറയുമ്പോഴത്തേക്കും അതിനകത്ത് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടും സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സും പറയും. കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻപുട്ട്. ഇപ്പം ഞാൻ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നു അതിനനുസരിച്ച് എനിക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ദാറ്റ് ഈസ് മെമ്മറി ലെസ്. ഇഫ് ദ സിസ്റ്റം ഹാവ് എ മെമ്മറി എലമെൻറ്റ് ഓർ ഇറ്റ് വിൽ റിമെമ്പർ സംതിങ്, ദ പാസ്റ്റ് വാല്യൂ ഓർ ഫ്യൂച്ചർ വാല്യൂ, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് പൊസസിങ് ഇറ്റ് മെമ്മറി ഓർ ഇറ്റ് ഈസ് എ ഡൈനാമിക് സിസ്റ്റം. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യുവാണ്. y ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് 2t. ഇവിടെ നോക്കിയേ, എക്സ് ഓഫ് ടി എന്നൊരു ഇൻപുട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എക്സ് ഓഫ് 2t. 2t എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ വാല്യൂ ആണ്. ഞാനിപ്പോൾ ടിയിൽ ഒരു ഇൻപുട്ടാണ് കൊടുത്തത്, അത് ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദ സിസ്റ്റം ഈസ് കോൾഡ് ഡൈനാമിക് ഓർ ദ സിസ്റ്റം ഇസ് ഹാവിങ് മെമ്മറി. നോ, y ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി മീൻസ് it depends only on the present value. That is, at time t, the output depends only on the value of at time t. So the system is called static system. Next, y of t equal to x of t minus 2. That is, at time x of t, input x of t കൊടുക്കുമ്പോൾ അറ്റ് ടൈം ടിയിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുക. ദെൻ ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ഓഫ് ടി മൈനസ് 2. നേരത്തെ ഒരു ഇൻപുട്ടിന് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദ സിസ്റ്റം ഈസ് കോൾഡ് ഡൈനാമിക്. കാരണം നേരത്തെ ഇൻപുട്ടുമായിട്ട് അതിനൊരു ഡിപ്പെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ അതിനെന്തെന്നുണ്ടെന്ന് പറയാം? ഒരു മെമ്മറി ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് y ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 2. ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ y of n equal to x of n into x of n minus 2. The value depends on the present input and the past input. അപ്പോൾ ഇതിന് ഇങ്ങനൊരു കണ്ടീഷൻ അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാവ് മെമ്മറി ഓർ ദ സിസ്റ്റം ഇസ് ഡൈനാമിക്. കാരണം എന്താ? അത് ആ പാസ്റ്റ് വാല്യൂ ഓഫ് ഇൻപുട്ടിനെ ഓർത്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ ഓർക്കാം. അതുകൊണ്ട് അതിന് എനിക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് എ ഡൈനാമിക് സിസ്റ്റം. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ y of n is equal to 2 cos x of n. The output depends only on x of n, the present value. That is, the system is called static system, or it is not possessing any memory. Now, next problem is y of n is equal to x of n plus n into x of n minus 3. That is, the system is dynamic. Why? The output depends on the past value. That is, it is having memory. So it is called dynamic system. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുക? ഔട്ട്പുട്ട് ഏത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കുക. പാസ്റ്റ് ഓർ ഫ്യൂച്ചർ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡൈനാമിക് മെമ്മറി. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ പറഞ്ഞത്.